നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മിത്രയും മീനാക്ഷി സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അനു രണ്ടും കൽപ്പിച്ചാന്ന് മനസ്സിലായി. അനു ഇനിയിപ്പം മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല. അവൾക്ക് ദേവമംഗലത്തേക്ക് വരാൻ താല്പര്യമില്ല. അവളുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അലോകിനോടുള്ള പ്രതികാരം. അത് ഏത് വിധേയം നടപ്പിലാക്കണം. അതിനുശേഷം മതി ബാക്കി കാര്യങ്ങളൊക്കെ. ആരോടെങ്കിലും എന്തെങ്കിലും ഒക്കെ തുറന്നു പറയുന്നുണ്ടെങ്കിൽ, അലോകിന്റെ ചതിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനുശേഷം മതിയെന്ന് മിത്രയ്ക്കും മീനാക്ഷിക്കും നിർദ്ദേശം കൊടുക്കുക മാത്രമല്ല അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തു. അങ്ങനെ അനു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മിത്രയ്ക്കും മീനാക്ഷിക്കോ ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത്രയും വലിയൊരു ചതി അത് അലോക് ചെയ്യൂന്നും കരുതിയില്ല. മീനാക്ഷി പറഞ്ഞ് ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഇപ്പൊ തന്നെ പോയി അവനെ വലിച്ചിറക്കി സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരിക ചെയ്യണ്ടേ. മിത്ര പറഞ്ഞ കാര്യം ശരി തന്നെയാ. പക്ഷെ അനുവിന് നമ്മൾ സത്യം ചെയ്ത് കൊടുത്തില്ലേ, അങ്ങനൊന്നും പറയില്ലാന്ന് അവളുടെ മനസ്സിൽ പ്രതികാര ബുദ്ധിയാ. പാവ അനു എത്രമാത്രം വിഷമിച്ചു കാണും. ഒരു കണക്കിന് അവള് പറഞ്ഞ ശരിയാ. ആ സമയത്ത് അനു ഇനി സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കോ? ജീവന്റെ വീട്ടുകാർ വിശ്വസിക്കോ? ജീവൻ വിശ്വസിക്കോ? ഒരിക്കലും ഇല്ല. ഒരു ദിവസം ഒരാളുടെയോടൊപ്പം കഴിഞ്ഞ് പെണ്ണിനെ കെട്ടാനായിട്ട് പിന്നെ ആരെങ്കിലും തയ്യാറാകുവോ? മിത്ര പറഞ്ഞു എന്നാലും അവളുടെ ജീവിതം വെച്ച് അവള് കളിച്ചോണ്ടിരിക്കുന്നത്. അലോക് അത്രയ്ക്ക് ദുഷ്ടനാ, എനിക്കറിയാം. അത്രയ്ക്കൊരു ദുഷ്ടനോടൊപ്പം അവള് കഴിയാന്ന് പറഞ്ഞാല് അവൾക്ക് ആത്മവിശ്വാസം കാണും മിത്രേ. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ. അല്ലെങ്കിലോ എനിക്കൊരു പേടിയുണ്ട് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന്. അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നെങ്കിൽ നമുക്ക് മനസമാധാനത്തോടെ കഴിയായിരുന്നു. പക്ഷെ അവള് വരത്തില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവർക്ക് ഏറ്റവും സങ്കടം വന്നതെന്ന് പറഞ്ഞാൽ സുകന്യയുടെ പെരുമാറ്റം. സുകന്യ ഇങ്ങനെ ഒരു ചതി ചെയ്യും. സുകന്യേച്ചി എത്ര വിദഗ്ധമായിട്ടല്ലേ നമ്മുടെ അടുത്തെല്ലാം ഒളിപ്പിച്ചു വെച്ചേ. സുകന്യേച്ചിയും കൂടെ അറിഞ്ഞിട്ടാണ് അനു ആ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നത്. എന്നിട്ടോ കള്ളത്തരങ്ങൾ മൊത്തം കാണിച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി നിൽക്കുന്നുണ്ട്. മിത്ര പറഞ്ഞു എനിക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നു. സുകന്യേച്ചി ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണമംഗലത്തേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിലും ആ ചെറിയച്ഛനും ചെറിയമ്മയൊക്കെ ആയിട്ടായിരിക്കും കൂട്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അവരോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നേ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഇതിന് നമുക്കൊരു പണി കൊടുക്കണമെന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു ഇത്രയൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ സുകന്യേച്ചിയോട് ചോദിക്കാതിരിക്കുന്ന എങ്ങനെയാ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. മിത്ര പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവില്ലേ? എന്നാലും നമുക്ക് നോക്കാം. ഇതങ്ങനെ വെറുതെ വിടാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല. മീനാക്ഷിക്ക് കട്ടക്കലിപ്പായിരുന്നു. അനുവിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ള കാര്യം മനസ്സിലായി. അനുവിനെ ചതിച്ചാന്ന് മനസ്സിലായി. ചതിക്ക് കൂട്ടുന്നത് സുകന്യാണ് താനും. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമന്റെ നെഞ്ചു പിടഞ്ഞു പോകുന്നുള്ള കാര്യം മീനാക്ഷിക്ക് അറിയാം. സഹിക്കാൻ പറ്റില്ല ധർമ്മന്. ധർമ്മനല്ലേ തന്നെ സുകന്യ നല്ല സംശയം ഉണ്ടായിരുന്നു. സുകന്യ ഇതിനു മുമ്പ് ഇതുപോലത്തെ കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചിട്ടുള്ളതല്ലേ. പിന്നീട് ധർമ്മ മീനാക്ഷിയോടും മിത്രയോടും ചോദിക്കുന്നുണ്ട് അനു എന്ത് പറഞ്ഞു, അവൾ എന്തേലും പറഞ്ഞോന്നൊക്കെ ചോദിച്ചപ്പോ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അവളുടെ ഇഷ്ടപ്രകാരം ഈ വിവാഹം നടന്നേന്നാ പറഞ്ഞേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവളുടെ ഭാഗത്താ തെറ്റ്. അവള് എല്ലാരും ചതിച്ചിട്ട് ഇറങ്ങിപ്പോയി. മിത്ര അങ്ങനെയൊന്നും പറയില്ല ചെറിയച്ച. കാരണം അനു പാവം. പിന്നെ പാവം അവളാണോ പാവം? എനിക്ക് അവളോട് ദേഷ്യം തോന്നേ. ഞാനതുകൊണ്ട് അവളോട് അധികം സംസാരിക്കാൻ പോലും പോയില്ല. മീനാക്ഷിക്കും ഇത്രയ്ക്ക് സത്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ലോ. എല്ലാവരും അനുവിനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. പിന്നീട് അവര് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ശ്രീദേവി അവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തുറന്നു പറയാനായിട്ട് അവരും തയ്യാറായില്ല. മീനാക്ഷിയുടെ ഉള്ളില് ദേഷ്യം ഇങ്ങനെ തിളച്ചു പൊങ്ങുവാണ്. അപ്പോഴാണ് സുകന്യ വന്ന് മുന്നിലേക്ക് വിടുന്നത്. മീനാക്ഷി സുകന്യയുടെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പത്തിന് സുകന്യ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ആണെങ്കിൽ ഭയങ്കര വിഷമം. എന്ത് ചെയ്യാൻ പറ്റും? കോമതി ചേച്ചി ആഹാരം പോലും കഴിക്കണില്ല. ഞാൻ നിർബന്ധിച്ച കഴിക്കാനായിട്ട്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു എങ്ങനെ കഴിക്കാനാ? അമ്മയുടെ സങ്കടം അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. അത് സുകന്യേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവുക. അതെന്താ മീനു നീ അങ്ങനെ പറഞ്ഞേ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുകന്യേച്ചി സത്യം പറയുമോ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അല്ല അനു ഈ വീട് വിട്ടു പോയി. അതിന്റെ കാരണക്കാരി സുകന്യേച്ചിയല്ലേ? ഞാനെന്ത് തെറ്റിയെന്ന? പെട്ടെന്ന് അമ്പരന്ന് പോയി സുകന്യ. അത് മാത്രല്ല ഒരു ഞെട്ടലും ഉണ്ടായി. ഞാൻ അതിനൊന്നും ചെയ്തില്ല. ഞാൻ അവളിവിടെ നിന്ന് ഇറക്കി വിട്ടു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് അവള് പോയെന്ന് അവള് പറഞ്ഞോന്ന് ചോദിച്ചു. പറയേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു. എന്തറിയാന്ന്? എന്താ വല്ല തെളിവുണ്ടോ? അതെ, അന്ന് രാത്രിയില് സുകന്യേച്ചി അനുവിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ടപ്പോ അമ്മ കണ്ടായിരുന്നല്ലോ. അപ്പൊ അമ്മ ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു ഡ്രസ്സിന് മാച്ചാവുന്ന മാലയും വളയൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാനായിട്ട് പോവാന്ന്.
പക്ഷേങ്കില് അതിന് ശേഷമാണ് അനുവിനെ കാണാതായത്. ഇതമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പം അനുവിനെ കാണുന്നില്ലെന്ന്. അവസാനമായിട്ട് സുകന്യേച്ചിയല്ലേ കണ്ടേ. അപ്പൊ സുകന്യേച്ചിക്ക് ഈ പോക്കുമായിട്ട് ബന്ധമുണ്ടോ ഞങ്ങൾക്ക് സംശയമുണ്ട്. സുകന്യ പറഞ്ഞു, പിന്നെ വെറുതെ അങ്ങോട്ട് കള്ളത്തരം പറയണ്ട മീനു. എന്തേലും തെളിവുണ്ട്, നീ തെളിവുമായിട്ട് വാ. വെറുതെ എന്നെ സംശയിക്കാൻ വന്നാണ്ടല്ലോ. മീനാക്ഷി പറഞ്ഞു, അധികം നാളൊന്നും കള്ളത്തരം അങ്ങനെ മറച്ചു വെക്കാൻ പറ്റില്ല. സത്യങ്ങൾ എപ്പോഴാണല്ലോ പുറത്തു വരും. സുകന്യേച്ചി, അങ്ങനെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ കള്ളത്തരം കാണിക്കുന്നവർക്ക് പിന്നെ ഈ ദേവമംഗലത്ത് തുടരാൻ പറ്റില്ല. അച്ഛന്റെ കാര്യം അറിയാലോ. അച്ഛൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതോടെ കേട്ടിഞ്ഞപ്പോ സുകന്യക്ക് പേടിയായി. മീനാക്ഷി പറഞ്ഞു, ഈ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ആരൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അവർക്കിടെ നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടുക തന്നെ ചെയ്യും. അത് കൺമുന്നിലുള്ള കാഴ്ചകളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ച അവനവന് കൊള്ളാം. അതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി മീനാക്ഷി. സുകന്യക്ക് ഭയങ്കര പേടിയായി. ദൈവമേ, തന്റെ കള്ളത്തരമൊക്കെ പുറത്തു വരുമോ എന്നൊക്കെ ഒരു ചിന്തയാണ് സുകന്യയുടെ മനസ്സിൽ. അങ്ങനെ വന്നാൽ പിന്നെ തനിക്ക് ഈ വീട്ടില് ഒരു നിലനിൽപ്പുണ്ടാകത്തില്ല. താൻ വീട് വിട്ട് ഇറങ്ങേണ്ട വരും. തന്റെ ജീവിതം നശിക്കും. അല്ലെങ്കിൽ തന്നെ ധർമ്മേണ്ണ തന്നെ സംശയം ഉണ്ടായിരുന്നു താനും. ബാലനാണെങ്കിൽ തകർന്നു പോയായിരുന്നു. കോമതി സ്റ്റോഴ്സിലേക്ക് ചെന്നിട്ട് ബാലന് ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ടെൻഷനായിരുന്നു. രാമേട്ടനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ രാമേട്ടൻ പോലും വിശ്വസിച്ചിട്ടില്ല അനു അങ്ങനെ പോകുന്ന. അനുവിനെ കുറിച്ച് അവർക്കൊക്കെ നല്ല പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നാലും ബാല, അനു അങ്ങനെ ചെയ്തല്ലോ. അവളെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നേ. ബാലൻ പറഞ്ഞു, എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അറിയോ രാമേട്ട. അവളെ പഠിപ്പിക്കണം, ഒരു IAS ആക്കണം എന്നൊക്കെ. എല്ലാ മോഹങ്ങളും തകർന്നു പോയി. അതും പോരാഞ്ഞിട്ട് ആ ആലോകിനോടൊപ്പം. അല്ല, നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല നമ്മുടെ മക്കളല്ലേ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമല്ലേ കാര്യങ്ങള്. രാമേണ്ണ ആശ്വസിപ്പിച്ചു. സാരമില്ല ബാല, അവൾക്ക് ചിലപ്പോൾ ഇതായിരിക്കും മാലയോഗം പറഞ്ഞിട്ടുള്ളായിരിക്കാം. പക്ഷെ എന്നാലും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുടുംബത്തെ ചതിക്കാനായിട്ട് ആ കൊച്ചു കൂട്ടു നിൽക്കുന്ന. നിന്റെ മോള് നിന്നെ ചതിക്കാനായിട്ട് കൂട്ടു നിൽക്കുക ബാല. ഇതിനകത്ത് എന്തേലും കള്ളത്തരം കാണും. രാമേണ്ണ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാലൻ പറഞ്ഞ്, ശരിയായിരിക്കും. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടില്ലേ? തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ഞാൻ അവളെയാ സ്നേഹിച്ചേ. എന്നിട്ടോ അവള് തന്നെ ഇങ്ങനൊരു പണി തന്നില്ലേ? അതൊക്കെ പറഞ്ഞു ബാലൻ എന്ന് കരയുമ്പോ ബാലനെ ആശ്വസിപ്പിക്കുവാണ് രാമേട്ടന്. ഈ സമയം ആകാശം ധർമ്മനും വന്ന് അവരും കണ്ടു. അവർക്ക് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. അവരുടെ മനസ്സിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് മിത്ര ആരിനും കൂടെ സംസാരിക്കുന്ന സമയത്ത് ആരിനോടും മിത്ര പറഞ്ഞു, അതെ, നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങള്. ഉറപ്പായിട്ട് ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അലോക് ഭീഷണിപ്പെടുത്തിയോ അങ്ങനെ ഏതെങ്കിലും രീതിക്കായിരിക്കും അനുവിനെ കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അല്ല, അങ്ങനെ എന്തേലും നിന്നോട് അനു പറയോ മറ്റോ ചെയ്തോ? പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനങ്ങോട്ട് പറയുകയോ ചെയ്തേ. അവൾക്ക് അങ്ങനെ നമ്മളെ ഇങ്ങനെ ചതിക്കാൻ കഴിയില്ല ആര്യാന്ന് പറഞ്ഞു. അപ്പൊ ആരിൻ്റെ അടുത്തും പറയാൻ പറ്റില്ലല്ലോ കാര്യങ്ങള്. പക്ഷെ മനസ്സ് വിങ്ങൊന്നിട്ട് പറയാഞ്ഞിട്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അതെങ്ങനെയാ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യമില്ലേ? ആര്യം പറഞ്ഞ് എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ആ ലോകനെ പിടിച്ച് 4 ഇടി ഇടിച്ചിട്ടുണ്ട സത്യങ്ങൾ പുറത്തു വരും. ഇനിയിപ്പൊ അതിനൊന്നും മുതിരണ്ട. വെറുതെ എന്തിനാ ഒരു പ്രശ്നത്തെ നമ്മളായിട്ട് പോകുന്നേ? അവന് കിട്ടാനുള്ളത് അവന് കിട്ടിക്കോളൂന്ന് പറഞ്ഞു. അപ്പം അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, അവനെ ഞാൻ വെറുതെ വിടല്ല എന്നൊക്കെ. അതൊക്കെ മിത്രയുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം മിത്രയും മീനാക്ഷിയും പറയുകയും ചെയ്തു, സൂക്ഷിക്കണം മോളെ, അവൻ ഡേഞ്ചറാന്നുള്ള കാര്യം. ശരിയായിരുന്നു. അലോക് അനുവിന് പണി കൊടുക്കാൻ തീരുമാനിച്ചു. അവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, പണി കൊടുക്കണമല്ലോ. അങ്ങനെ ആഹാരം കഴിക്കുന്ന സമയത്ത് അലോകിനെ വിളിക്കുന്നുണ്ട്. അലോക് ആഹാരം കഴിക്കാൻ വന്നില്ല. അനു മാത്രം മതിയെന്ന് ആഹാരം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ആഹാരം കഴിക്കാനായിട്ട് അലോക് വന്നിരിക്കുവാണ്. അലോക് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ രാജശ്രീ പോയി ആഹാരം വിളമ്പി കൊടുക്കാൻ നോക്കുമ്പോൾ അലോക് പറഞ്ഞു, അതെ, അമ്മ വിളമ്പി തരണ്ട, അവൾ എന്തിയെ, അവള് വിളമ്പി തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നന്ദിതയും ഇന്ദിരാമ്മയും കൂടെ വരുന്നേ. ഇന്ദിരാമ്മ വന്നിട്ട് ചോദിച്ചു, അതെന്താടാ അവള് വിളമ്പി തരുന്നത് എന്തിനാടാ? അതെ, അവള് വിളമ്പി തന്നാ മതി. ഓ, ഇപ്പൊ വന്ന് നിനക്ക് അവൾ എടുത്തു തന്നാലേ ഇറങ്ങോളം നായി അല്ലേ എന്നൊക്കെ ചോദിച്ച് നന്ദിത കളിയാക്കുന്നുണ്ട്. ഭാമ നമുക്ക് പോയേക്കാം, അവര് ഭാര്യയായി ഭർത്താവായി എന്താണോ ചെയ്തോട്ടെ. രാജശ്രീ പോയി അനുവിനെ വിളിച്ചു. അനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, അവന് കാപ്പി എടുത്തു കൊടുക്കാനായിട്ട് പറയണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്ന. അതും പറഞ്ഞിട്ട് രാജശ്രീ അങ്ങോട്ട് പോയി. ഇന്നലെ വരെ എന്റെ കൈ കൊണ്ട് എടുത്തു കൊടുത്ത് കഴിച്ചിരുന്നവനാ, ഇന്ന് കണ്ടോ, ഓ പുതുപ്പെണ്ണ് വന്ന് ഇപ്പൊ എന്തൊരു മാറ്റമാന്ന് നോക്കിയേ. പിന്നെ രാജശ്രീ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് രാജശ്രീ അങ്ങോട്ട് പോയി നിന്നില്ല. അങ്ങനെ അനു വന്നിട്ട് ചെന്താ അതെനിക്ക് കഴിക്കാൻ എടുത്തു തരാൻ പറഞ്ഞു. അനു എന്ത് ചെയ്തു? ഇഡ്ഡലി എടുത്തു വെച്ചാൽ പറഞ്ഞു, എനിക്കിത് വേണ്ട. വേണ്ടാന്നോ? അതെ, ഈ ഇഡ്ഡലി വേണ്ട, എനിക്ക് വേറെ ഇപ്പോൾ എടുത്തോണ്ട് വന്നാൽ മതി. അലോകെ, ഇതൊക്കെയാണല്ലോ ഞങ്ങൾ എല്ലാവരും കഴിച്ചാൽ ഈ ഇഡ്ഡലിക്ക് ഒരു കുഴപ്പമില്ലോ.
എനിക്ക് വേറെ മതി എന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അനുവിന് മനസ്സിലായി തനിക്കിട്ട് പണി തരുന്നാന്ന്. അതിന് ഒട്ടും പഠിച്ചാൽ അടുക്കളയിലേക്ക് പോയിട്ട് ഇങ്ങനെ ആലോചിച്ചു, എന്താ ഇവനിട്ടൊരു പണി കൊടുക്കുന്നേ? ഇവനിട്ട് നല്ലൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. എന്താണെങ്കിലും അലോകിനൊരു പണി കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അലോക് കഴിക്കുന്ന ഇഡ്ഡലിക്കും സാമ്പാറാത്തും വിമുകലേക്ക് കൊടുക്കും. അവന്റെ വയറ് കേടാക്കുകയും ചെയ്യും. കാരണം അനുവിനോട്ട് പണി കൊടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവന് തിരിച്ചു കൊടുക്കും. ഇനിയിപ്പം അടിക്കടിയെന്നല്ല, തിരിച്ചടിയാണ് അതിന് കൊടുത്തോണ്ടിരിക്കുന്നത്. അലോകിന് ഒരു ഗ്യാപ്പ് പോലും കൊടുക്കത്തില്ല. അലോകിനെ ഇഞ്ചിഞ്ചായിട്ട് അവള് തീർത്തോണ്ടിരിക്കും. ഒടുവില് ചക്കിനെ വെച്ചത് കൊക്കിനെ കൊള്ളുന്നുണ്ട്. അനുവിനിട്ട് പണി കൊടുക്കാൻ നോക്കി അലോകനിട്ട് തിരിച്ച് പണി കിട്ടുക. അവന്റെ വയറ് കേടാക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.